ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമുക്ക് കുറേ ആയല്ലോ പ്രാവ് കുഞ്ഞുങ്ങളിലൊക്കെ പറത്തിയിട്ട്. അപ്പോൾ അതിൻ്റെ ആയിട്ടൊരു വീഡിയോ ആണ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഫ്രണ്ട്സ്. പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കല്ല ഫ്രണ്ട്സ്, നമ്മുടെ കൂട്ടുകാരും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രാവിലിപ്പോൾ തൽക്കാലം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. കണ്ടില്ലേ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇതിലാണ് ഇപ്പോൾ ആക്കി വെച്ചിരിക്കുന്നത്. ഇത് വന്നിട്ട് ഒരു പ്രാവിൻ്റെ കേജാണ്, ജസ്റ്റ് ഒന്ന് ചരിച്ച് വെച്ചിരിക്കണേ. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഡോർ വന്നിട്ട്, കണ്ടില്ലേ. നമ്മൾ ഈ പ്രാവിനെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, മറ്റേ പറത്തിയിട്ട് ഒരു പറക്കുന്ന ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രാവിനെ. അപ്പോൾ ഇതും ഷോർട്സിലൊക്കെ ഈ പ്രാക്കുട്ടി രണ്ട് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ പറത്തിയിട്ട് വേറെ ജസ്റ്റ് നമ്മളൊന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം ട്രെയിനിങ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സ് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ കൂട്ടിലുള്ള പ്രാവൊക്കെ രണ്ടുപേരും വെള്ളം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ കൊടുക്കുമ്പോൾ എല്ലാത്തിനും സൂക്ഷിച്ചൊക്കെ കൊടുക്കുക ഫ്രണ്ട്സ്. അതിൽ ശ്വാസത്തിന് പ്രശ്നമൊന്നും വരില്ല. പിന്നെ ഫ്രണ്ട്സ് നമ്മൾ അതിനുശേഷം രണ്ടിനത്തിന് നേരം റെസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് കൊടുത്തതിന് ശേഷമാണ് ഫ്രണ്ട്സ് നമ്മൾ അതിനെ പറത്ത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ആദ്യം നേരെ അതിനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. പിന്നെ പറത്താമണ്ണൊക്കെ പ്രാവിനെ നേരെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ ശ്രമിക്കാം, അങ്ങനെ ചെറിയ പോലെ പ്രോബ്ലം. അതിനുശേഷം നമ്മൾ ഫിട്ടാക്കിയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പറക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഫ്രണ്ട്സ്, കണ്ടില്ലേ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പ്രാവളിപ്പോൾ വിട്ടാക്കിയിട്ടിപ്പോൾ നല്ല പറക്കുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പറക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്, വിട്ടാക്കി കഴിക്കാൻ തോന്നുന്നു, നല്ല രീതിയിൽ താഴ്ന്നിട്ടാണ് പറക്കുന്നത്. പിന്നെ കുറച്ച് നേരം കൊണ്ട് കഴിഞ്ഞ വഴിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഹൈറ്റ് കയറിയിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ ഫ്രണ്ട്സ്, നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രാവുകളൊക്കെ അത്യാവശ്യം എല്ലാ പ്രാവുകളും മുട്ടയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹോംവർക്ക് 1.5 വർഷം ശേഷമൊക്കെയാണ് ഫ്രണ്ട്സ് മുട്ടയിട്ട് കൊണ്ടൊരു കഴിഞ്ഞ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ കണ്ടില്ലേ, നമ്മുടെ പ്രാവുകളുടെ മുട്ടപ്പോൾ എല്ലാ ഫ്രണ്ട്സ് മുട്ടയെല്ലാം കേട് വന്നത്. കാരണം പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, 2 ദിവസം മുമ്പ് നല്ല രീതിയിൽ ഇടിയും മഴയൊക്കെ ഉണ്ടായിരുന്നു, അതാണ് തോന്നുന്നു കാരണം. ജസ്റ്റ് നിങ്ങൾ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഈ പ്രാവൾ എല്ലാ പ്രാവളും ഒരേപോലെയാണ് ഇറക്കാതെ. ഇപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ പിന്നെ എഗ്ഗെയിൻ ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ജസ്റ്റ് എഗ്ഗ് ചെയ്യിപ്പിക്കണല്ലോ അപ്പോൾ തൽക്കാലത്തിന്. അതിപ്പോൾ ഇത്തിരി റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. പിന്നെ വേറെ കാര്യം പറയുന്നത് പറഞ്ഞാൽ നമ്മുടെ ഹോംവർക്ക് മാത്രമാണ് കിടക്കുന്നുണ്ട്. പക്ഷെ അതിനൊരു മുട്ട മാത്രമേ ഉള്ളൂ, കണ്ടില്ലേ. അതിന് വേറെ മുട്ട മേലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മാത്രമല്ല എല്ലാ പ്രാവിൻ്റെയും മുട്ടയും മേലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, ഇതൊക്കെ കളയാനുള്ള മുട്ടയാണ്. ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ട് കളയാവട്ടെ ഫ്രണ്ട്സ്. പിന്നെ ഇതിൻ്റെ നെറ്റിലൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കും ഫ്രണ്ട്സ്. നമ്മുടെ പ്രാവളിനെക്കൊണ്ട് വിട്ടാക്കിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ പ്രാവക്കൂട്ടിലൊക്കെ അന്നൊരു പ്രാവളെന്ന് പറയാൻ എല്ലാ പ്രാവളും മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കാണാത്തവർ ജസ്റ്റ് ഒന്ന് കാണുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കൂട്ടിൽ അത്യാവശ്യം പ്രാവളെല്ലാം മുട്ടയിട്ടുണ്ടായിരുന്നു ഈ കൂട്ടിൽ. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത് പറഞ്ഞാൽ ഈ സമയത്ത് നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മഴയും ഇടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രീതി ആയതുകൊണ്ട് നമ്മുടെ പ്രാവൾ മുട്ടയൊക്കെ പിന്നെ അണ കിടക്കാതെ ഇപ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു അണ കിടക്കാതെ ഇപ്പോൾ എല്ലാ കൂട്ടിലും മുട്ടകൾ കാണും, കണ്ടില്ലേ. ഇതിലൊരു മുട്ട കണ്ട, ഇതൊരു പ്രാവിൻ്റെ മുട്ട ഈ കൂട്ടിൽ കാണാം, ഇതിൽ മുട്ടയുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു കൂട്ടിൽ കാണാം, ഫ്ലാഷ് ഇട്ട് കാണിച്ചിടാം, ഇതുണ്ട് നമ്മുടെ ഹോമറിട്ട മുട്ടയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രാവുകളിൽ എല്ലാ അത്യാവശ്യം രീതിയിൽ മുട്ടയൊക്കെ ഇട്ടുണ്ട്. പക്ഷേ വേറൊരു കാര്യം പറയാനുള്ളത് പറഞ്ഞാൽ നമുക്ക് കാണിച്ചിടാം. ഇപ്പോൾ ഈ മുട്ട ഇപ്പോൾ അണ കിടക്കണല്ലോ പ്രാവ്, അത്യാവശ്യം കണ്ടില്ലേ. എന്താ പറയുക, ചൂടൊന്നുമില്ല, ഇതൊക്കെ പോയി മുട്ട പോക്കായി, കാരണം അതിനുള്ള ഒന്നുമില്ല. ഇതിപ്പോൾ ഏകദേശം 10-15 ദിവസമായി, എന്നിട്ട് അതിന് റിസൾട്ട് ഇല്ല. ജസ്റ്റ് ഇതിലില്ല. നമ്മുടെ പറവൻ്റെ മുട്ടയാണ്. ഇത് നമ്മുടെ മാറ്റി വെച്ച മുട്ട തന്നെയാണ്. പക്ഷേ ഇതിലൊന്നും റിസൾട്ട് ഉണ്ടായിരുന്നു, കണ്ടില്ലേ. നമുക്ക് നോക്കി അറിയാൻ പറ്റും റിസൾട്ട് ഉള്ള പോലെ ചെറുതായിട്ട്. പക്ഷേ ഇത് വീഡിയോ ക്ലിയറായി കിട്ടില്ല, അതാണ് വേറെ കാര്യം. കേട്ടോ, ഇതിലൊന്നും ഇല്ല, കാരണം ഉള്ള പോലെ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിലൊന്നും ഇതൊക്കെ പോയി. ഒരു ബ്ലാക്ക് കളർ ഷെയ്ഡ് അടിച്ചു, കണ്ടില്ലേ. അപ്പോൾ ഈ മുട്ട കളയേണ്ടതാണ്, ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കണ്ടില്ലേ. ഇരിക്കട്ടെ, കാര്യമില്ല, ഇതൊക്കെ പോക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കണ്ടായിരുന്നപ്പോൾ എന്താണ് പറഞ്ഞാൽ വേറെ ഒന്നും. ഇത് കണ്ടതൊക്കെ സ്ക്രാച്ചായി, ഇത് നോക്കി സൂക്ഷിച്ച് നോക്കി നമുക്ക് അറിയാൻ പറ്റും. ഇതൊക്കെ ഫുൾ പൊട്ടിപ്പോയി. അപ്പോൾ ഇത് നല്ല തണുപ്പാണ്, കാരണം എനിക്ക് പിടിച്ച് നോക്കുമ്പോഴേ അറിയാം, കാരണം നല്ലത് പ്രാവാണേന്നും കിടക്കില്ല. പിന്നെ ഫ്രണ്ട്സ്, നമ്മുടെ ഹോംവർക്ക് ഇതുണ്ട്, നമ്മുടെ ഫുൾ പ്രാവിൻ്റെ ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ പ്രാവ് അതായത്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്നവർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, കാരണം നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രാവൾ ഇടി ഇതൊക്കെ പേടിച്ചിട്ടാണോ ചോദിച്ചാൽ എനിക്ക് അത് അറിയില്ല. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ പ്രാവൾ ഇത്രയും മുട്ട നമുക്ക് കളയാനുള്ള മുട്ടയുള്ള. പിന്നെ നമ്മുടെ ഹോമറിൻ്റെ ഒരു മുട്ടയുണ്ട്, കാണിച്ചിടാം. അത് ജസ്റ്റ് അത് പക്ഷേ എന്തെന്നാൽ ഹോമർ മാത്രം ഫ്രണ്ട്സ് ആണ് കിടക്കട്ടെ. ഇതാണോ ഫ്രണ്ട്സ്, നോക്കട്ടെ, ഇതിലല്ല. അപ്പോൾ നമ്മുടെ അതിലൊരു മുട്ടയിലെ റിസൾട്ട് ഉള്ളോ തോന്നുന്നു, എനിക്ക് അതാണ് തോന്നുന്നു. ഇതിൽ റിസൾട്ട് ഉണ്ട് തോന്നുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ഇതിലേതോ ഒരെണ്ണവും ഇല്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ തൽക്കാലം അത് കളയില്ല, പക്ഷേ അതിൽ ഒരെണ്ണം എന്തിനും കളയണതാണ്. അപ്പോൾ നമുക്കതിന് വ്യക്തമാകാത്ത സ്ഥിതിക്ക് നമ്മൾ അടുത്ത് കളയണില്ല. ഇതുണ്ടേ, ഇത്രയും മുട്ട കളയേണ്ടതാണ്.
അപ്പോൾ എന്താ ചെയ്യുക ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ എന്താ പറഞ്ഞാൽ ഉറപ്പ് വരാൻ കാരണം വേറെ ഒന്നുമില്ല, നമ്മുടെ പ്രാവൾ വീണ്ടും ബ്രീഡാൻ സ്റ്റാർട്ട് ചെയ്തത്. എന്താ പറയുക, മഴയും കാര്യങ്ങളൊക്കെ നിന്നു. ഇതിപ്പോൾ കളയാൻ വൈകിയതാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ 2-3 ദിവസമായി കളയേണ്ട വൈകിട്ട്, ഇപ്പോൾ ഒന്നും അണ നടക്കണില്ല. അപ്പോൾ നമ്മുടെ പ്രാവൾ പിന്നെയും പെയറാവണം ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ അവർ പെയറാക്കണില്ല തൽക്കാലത്തേക്ക്. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി ഡിയോമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് റെസ്റ്റൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ അടുത്ത പെയറിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ നെയ്റ്റിലെ വീഡിയോ കണ്ടില്ലേ, ഇതാണ് നമ്മൾ നെയ്റ്റിൽ കണ്ട വീഡിയോ. പിന്നെ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ പ്രാവ് പറത്തിട്ട് ഏകദേശം 20 മിനിറ്റായി. നമ്മൾ വീഡിയോ ഷോർട്ടാക്കിയത് കൊണ്ടാണ് അറിയാത്തത്. അപ്പോൾ ഫ്രണ്ട്സ് 20 മിനിറ്റിൽ പ്രാവ് ഇപ്പോൾ എവിടെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം, നോക്കിയോ. നല്ല ഹൈറ്റിലാണ് ഇപ്പോൾ പറക്കുന്നത്. വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് അറിയണില്ല ഫ്രണ്ട്സ്, അത്യാവശ്യം ഹൈറ്റിലാണ്. പ്രാവിനെ കണ്ടതോ മേലെ നോക്കി ഹൈറ്റിൽ വീഡിയോയിൽ കിട്ടുന്നുണ്ടോ ഫ്രണ്ട്സ്, നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് അറിയണം ക്ലിയർ ആയിട്ട്. സൂം ചെയ്തെടുക്കുകയാണ് ഫ്രണ്ട്സ്, അതാണ് ഒരു ക്ലാരിറ്റി പ്രശ്നം വരുന്നുണ്ട്, കണ്ടില്ലേ. പിന്നെ ഫ്രണ്ട്സ് നമ്മുടെ ഈ കൂട്ടിലൊരു കാര്യം കൂടി ഉണ്ടായി. നമ്മുടെ ഒരു പ്രാവ് ജോഡിയായിട്ടുണ്ട്, കാണിച്ചു തരാം. ഈ രണ്ടറോയ് ഇതിൽ വന്നിട്ട് ഒന്ന് ബെൽറ്റിയാണ്, ബെൽറ്റിയും ഹോമറും കൂടിയാണ് ഫ്രണ്ട്സ് ജോഡിയായിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളൊരു ജോഡി ഇപ്പോൾ തൽക്കാലം അത് അതിന് ഇട്ട് വെച്ചിരിക്കുക. നമ്മളെന്തായാലും ജോഡി പിരിക്കുക, അത്യാവശ്യം ഒരു ബെൽറ്റിക്ക് ഒരു മെയിൽ കിട്ടി നമ്മൾ പിരിക്കുന്നതാണ്. പിന്നെ ബാക്കി പ്രാവളൊക്കെ ഫ്രണ്ട്സ് ഇവിടെ നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ. നമ്മുടെ കുട്ടിപ്രാവൾ കൂടി ഉണ്ട്. ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇവിടെ പ്രാവ് പറക്കുന്നുണ്ട്. ഏകദേശം നമ്മൾ അവിടെ എത്ര മണിക്ക് വിട്ടാക്കിയത്? 8 മണിക്ക് വിട്ടു. ഇപ്പോൾ സമയം എത്രയായി? 11:05. അപ്പോൾ നമ്മുടെ പ്രാവൾ ഇപ്പോൾ ഇവിടെ നിലവിൽ പറക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു വൈറ്റിനെ നമ്മൾ പറത്താൻ വേണ്ടി പോവാണ്. ഇത് വന്നിട്ട് സംഭവം. പിന്നെ ഫ്രണ്ട്സ് ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് മെയിലോ ഫീമെയിലോ ജസ്റ്റ് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്കൊരു മെയിലായോ മതിയോടെ നിൽക്കുന്നത് എന്താണെന്ന് അറിയണില്ല, ജസ്റ്റ് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ ഇതിനെയും കൂടി പറത്താൻ പോകണം ഫ്രണ്ട്സ്, കാണിച്ചു. ഇതൊന്നും ജസ്റ്റ് വിട്ടാക്കണമെന്നുള്ളൂ. ഇത് നമ്മുടെ റോളർ പിജനും കൂടിയാണ്. വീഡിയോയിൽ കിട്ടുമെന്ന് ഫ്രണ്ട്സ് കാണിച്ചു തരാം. ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണോ? വേറെ പ്രാവ് അവിടെ പറക്കുന്നുണ്ട്. ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പ്രാവ് അവിടെ 3 കൂടി പറക്കുന്നുണ്ട്. വീഡിയോയിൽ ക്ലിയർ ആയി കിട്ടുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ്. അപ്പോൾ അത്യാവശ്യം ടൈമും ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൽ ഒരെണ്ണത്തിന് ഇപ്പോൾ വിട്ടാക്കിയതാണല്ലോ, ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട് വിട്ടാക്കിയിട്ട്. പക്ഷെ അത് ബെൽറ്റ് അടിക്കുന്നത് ക്ലിയർ ആയി കിട്ടിയിട്ടില്ല ഫ്രണ്ട്സ്, അതാണ് വേറൊരു കാര്യം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ പ്രാവ് വന്നിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ വന്നിട്ട് ടൈം വന്നിട്ട് 1:05. നമ്മൾ വിട്ടാക്കിയിട്ട് ഏകദേശം 8 മണിക്ക് വിട്ടാക്കിയത്. അപ്പോൾ പ്രാവ് ഒരു കുറച്ച് നേരം ഇറങ്ങിയിട്ട്, അപ്പോൾ ഒരു 5 മിനിറ്റ് തോന്നുന്നു ഇറങ്ങിയിട്ട്. കാരണം വലിയ കഥപ്പൊന്നും കാണാനില്ല. അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഇതിനുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്. ഇതേപോലത്തെ വെറൈറ്റി വീഡിയോസ് നമ്മൾ വീണ്ടും ഇടുന്നതാണ് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുന്നേ. അപ്പോൾ ഓക്കെ, ബൈ ഫ്രണ്ട്സ്.